വ്യാഖ്യാനം അങ്ങനെ കണ്ടെത്തുന്നത് അവന്റെ കഥയാണ് വാസ്തവത്തിൽ. പക്ഷെ സിനിമ കാരണം അത് അമൂർത്തമായതുകൊണ്ടാണ് അങ്ങനെ സാധ്യമാവുന്നത്. മറിച്ച് പ്രേക്ഷകന് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്, എല്ലാം പ്രീ സെറ്റാണ്. അത് വളരെ മൂർത്തമായി അവന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഒന്നും പറയാതെ വിടുന്നില്ലേ എന്ന് സാങ്കേതികമായി ചോദിച്ചാൽ വിടുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ ഡെപ്തുള്ള, വളരെ ആഴമുള്ള കൃതികൾ, ചലച്ചിത്ര കൃതികളാണെങ്കിലും നമ്മൾ പ്രേക്ഷകനെ പിന്നീടും തുടർന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അതല്ലാതെ അതിന്റെ ഒരു ഫോർമാറ്റ്, അതിന്റെ ഒരു രൂപം, ഘടന വെച്ച് നോക്കിയാൽ ദൃശ്യമാധ്യമം തീർച്ചയായിട്ടും മൂർത്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രേക്ഷകന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അപ്പോ അവൻ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നുള്ളത് സംവിധായകൻ കൃത്യമായി വിഭാവനം ചെയ്ത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പുറം ഉണ്ടാവുന്നത് ആ പറയുന്ന വിഷയത്തിന്റെ ആഴം കൊണ്ടോ അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങൾ കൊണ്ടോ ആദർശങ്ങൾ കൊണ്ടോ അത് പ്രേക്ഷകന് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നത് കൊണ്ട് അയാൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു രചനയാണ്. അപ്പൊ അത് പക്ഷെ അമൂർത്തമായ മറ്റൊരു രചനയാണ്. അതൊരിക്കലും ഈ രചനയല്ല. ഈ രചന അതിൽ തന്നെ പൂർണ്ണമാണ്, അത് മൂർത്തമാണ്. അതാണ് ഈ ഒരു പരിമിതിയും. അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ MTയുടെ മഞ്ഞ് സിനിമയാക്കുന്നു. അപ്പൊ മഞ്ഞ് വായിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ, ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു വായനക്കാരന് തന്റേതായ സമയത്തിനുള്ളിൽ അതിൽ ചിന്തകൾ കലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് സിനിമയാകുമ്പോഴേക്കും, ചലച്ചിത്രമാകുമ്പോൾ അതിന്റെ ഒരു രീതി മാറുന്നുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് സിനിമയുടെയും സാഹിത്യത്തിന്റെയും, സിനിമയ്ക്ക് സാഹിത്യത്തിൽ നിന്നുള്ള ഒരു പരിമിതിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന്റെ വേറൊരു ഉദാഹരണം കൊണ്ട് അതിനെ ന്യായീകരിക്കാം. കാരണം ഇപ്പോ മതിലുകൾ വിവാദമുണ്ടായ ഒരു വിഷയമാണ്. അതുപോലെ വിധേയൻ വിവാദമുണ്ടാക്കിയ ഒരു വിഷയമാണ്. പക്ഷെ വിധേയൻ അല്ലെങ്കിൽ മതിലുകൾ അത് തീർച്ചയായിട്ടും ആ രചന രചയിതാവിന്റെയും സിനിമ സംവിധായകന്റേതുമാണ്. ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതല്ല, അല്ലെങ്കിൽ ഒന്നായി കെട്ടാവുന്നതല്ല. കാരണം എഴുതി വെച്ചിരിക്കുന്ന മതിലുകളല്ല അടൂർ ചിത്രീകരിച്ചത്. അടൂരിന്റെ മതിലുകൾ അടൂരിന്റെ മതിലുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മഞ്ഞിന്റെ ഉദാഹരണം എടുത്താൽ MTയുടെ വരികളിലൂടെ പുറത്തു വന്ന മഞ്ഞല്ല MT മൂർത്തമായി ചിത്രീകരിച്ച മഞ്ഞ്. കാരണം MTയുടെ വരികളിലൂടെ MT എഴുതി വെച്ച വിമലയും ആ കഥാപശ്ചാത്തലവും ഞാൻ വായിക്കുമ്പോൾ എന്റെ ഉള്ളിൽ എനിക്ക് കാണാവുന്ന ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു ഭൂപ്രകൃതിയുണ്ട്, ഒരു കഥാ സന്ദർഭമുണ്ട്, കഥാപാത്രത്തിന്റെ ആന്തരിക പ്രകൃതമുണ്ട്, കഥാപാത്രത്തിന്റെ രൂപം പോലും ഒരുപക്ഷെ ഞാൻ വിഭാവനം ചെയ്ത എന്റെ മനസ്സിൽ കണ്ട ഒരു വിമലയല്ല ഞാൻ സംഗീത നായകിലൂടെ മഞ്ഞ് സിനിമയായപ്പോൾ കാണുന്നത്. അപ്പൊ അത് സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ. അപ്പൊ അത് വേറൊരു രചനയാണ്. ഇത് രണ്ടും രണ്ടായി തന്നെ കാണണം. അതിന് രണ്ടിനും അതിന്റേതായ ഗുണങ്ങളും മാധ്യമപരമായ സാഹിത്യത്തിന്റേതായ മാധ്യമപരമായ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്, പരിമിതികളുമുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്ക് സിനിമയുടേതായ ഗുണങ്ങൾ. കാരണം ഒരിക്കലും ഒരുപക്ഷെ ഞാൻ സങ്കല്പിച്ച ഒരു കഥ, ഒരുപക്ഷെ ഞാൻ മഞ്ഞ് വായിച്ചപ്പോൾ സങ്കല്പിച്ച ഒരു കഥാ പശ്ചാത്തലമല്ല, കുറച്ചുകൂടി വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യാപ്തി കൂടിയതായിരിക്കും ഒരുപക്ഷെ സിനിമയെ കണ്ടിട്ടുണ്ടാവുക. ഇത് രണ്ടും അങ്ങനെ അതിന്റേതായ എക്സിസ്റ്റൻസ് ഉള്ളതാണ്. പക്ഷെ അനുവാചകൻ എഴുത്തുകാരിൽ നിന്ന് പോലും ഒരുപാട് വേറിട്ട് നിന്നിട്ടാണല്ലോ വായിക്കുന്നത്. സഹൃദയൻ എന്ന് പറയുന്നുണ്ടെങ്കിലും സമാനമായ ഹൃദയം രണ്ടു തരത്തിലാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. താങ്കൾ ഇവിടെ കട്ട് എന്നൊരു പ്രയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സിനിമയിലൊക്കെ ധാരാളം പ്രയോഗിക്കുന്ന, തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു വിശദീകരണം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ട് ഇപ്പോ സിനിമയിലെ സമയത്തെ കുറിച്ച് പറയുമ്പോൾ സിനിമയിലെ സമയം ഏറ്റവും, സിനിമയിലെന്ന് മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിൽ നാടകം ഒഴികെയുള്ള സാങ്കേതിക അർത്ഥത്തിലുള്ള ദൃശ്യമാധ്യമങ്ങൾ, അതായത് ടെലിവിഷൻ ആയാലും സിനിമയാണെങ്കിലും സിനിമയിലെ സമയങ്ങളെ തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നത് കട്ടുകളിലൂടെയാണ്. ഇപ്പോ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കട്ടിന് തന്നെ പല വിവക്ഷകളുണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്ത്. സംവിധായകൻ പറയുന്ന കട്ട്, ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു തെറ്റ് വന്നാൽ സംവിധായകൻ എന്ന് പറയുന്നതാണ് ഒരു കട്ട്. ഒരുപക്ഷെ സാധാരണക്കാരന് അറിയാവുന്ന കട്ട് അതായിരിക്കും. പക്ഷെ ഇതല്ലാതെ ഒരു ഫ്രെയിമിൽ നിന്നും മറ്റൊരു ഫ്രെയിമിനിടയിൽ അദൃശ്യമായ ഒരു കട്ടുണ്ട്. ഞാനതിനെ പറഞ്ഞത് കാലത്തിൽ നിന്ന് കട്ടെടുത്ത സമയത്തിന്റെ ഒരു ഖണ്ഡം എന്നാണ് പറയുന്നത്. കാരണം ഒരു ഫ്രെയിമിലെ 4 ചതുരത്തിനുള്ളിൽ അതിന്റെ 5-ാം മാനം അല്ലെങ്കിൽ 4-ാം മാനം കൂടി ചേർന്നിട്ടുള്ള ആ സ്ഥലകാല പരിധിയിൽ അതിന്റേതായ സമയവും കാലവും പൂർണ്ണമാവുകയാണ്. തൊട്ടടുത്ത് വരുന്ന ഫ്രെയിമിനിടയിലുള്ള ഒരു ബ്ലാങ്ക് സ്പേസ്, ഒരു വര, ആ വരയ്ക്കിടയിൽ എത്രയോ കാലം, എത്രയോ നിമിഷങ്ങൾ, എത്രയോ വിനാഴികൾ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നുണ്ട്. കാരണം ഫ്ലാഷ് ഫോർവേഡ് ആണെങ്കിൽ
അപ്പം അങ്ങനെ കാലത്തിന്റെ വൈവിധ്യം പോകുന്നുണ്ട്. ഈ കാലത്തിന്റെ വേറിട്ട അവസ്ഥകളെ തമ്മിൽ യോജിപ്പിക്കുന്നിടത്തൊരു കട്ട് എന്നൊരു എലിമെന്റ് ഉണ്ട്. അപ്പോ ആ എലിമെന്റ് വാസ്തവത്തിൽ ഒരേ സമയം അമൂർത്തമാണ്, ഒരേ സമയം മൂർത്തമാണ്. കാരണം ആ കട്ട് നമ്മൾ കാണുന്നില്ല. നമ്മളൊരു ഫ്രെയിം കഴിഞ്ഞിട്ട് അടുത്ത ഫ്രെയിമേ കാണുന്നുള്ളൂ. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഒരു ഫ്രെയിമാണ് ഇപ്പോൾ ക്യാമറയിൽ കാണുന്നെങ്കിൽ തൊട്ടടുത്ത് താങ്കളിലേക്ക് കട്ട് ചെയ്യുമ്പോൾ താങ്കളെയാണ് കാണുന്നത്. പക്ഷെ ഇതിനിടയിൽ രണ്ട് സ്ഥലകാലങ്ങൾ വന്നിട്ടുണ്ട്. താങ്കളുടെ സ്ഥലം, താങ്കളുടെ പശ്ചാത്തലം, താങ്കൾ, ഞാൻ, എന്റെ പശ്ചാത്തലം, എന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ കട്ടിനിടയിൽ ഒരു കട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രേക്ഷകൻ കാണുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് എന്നെയും താങ്കളെയും മാറി മാറി കാണുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ കട്ട് എന്ന് പറയുന്ന ആ ഭൗതികാവസ്ഥ ഇല്ല. അത് നമ്മുടെ കണ്ണിന്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷന് അപ്പുറം ഉള്ള നിസ്സാരമായ ഒരു സമയത്താണ് സംഭവിക്കുന്നത്. പക്ഷെ അതവിടെ ഉണ്ട്. അതുകൊണ്ട് അത് ഫിസിക്കലി അല്ലെങ്കിൽ ഭൗതികമായി അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മൂർത്തമാണ്. പക്ഷെ നമ്മളത് കാണുന്നില്ല. അതുകൊണ്ട് അത് അമൂർത്തവുമാണ്. എന്നാൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ വെളിച്ചം പോലെയോ അല്ലെങ്കിൽ കാറ്റ് പോലെയോ ഒക്കെ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രസകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് കട്ടിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. നിറങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിറങ്ങൾ എത്രമാത്രം കാലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്, കാലത്തെ എത്ര വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിശയം തോന്നി അത് കണ്ടപ്പോ. കാരണം നമ്മൾ ചിന്തിക്കാത്തൊരു വശമാണ് നിറങ്ങൾക്ക് എത്രമാത്രം അത് പ്രതിഫലിപ്പിക്കാൻ പറ്റും. താങ്കൾ പറയുന്നുണ്ട് വൈശാലിയിൽ ഭരതനും മധു അമ്പാട്ടും ചേർന്നൊരുക്കിയിരിക്കുന്ന ഉഷ്ണവർണ്ണങ്ങളെ കുറിച്ച് താങ്കൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ നിറങ്ങൾ ചലച്ചിത്രത്തിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പരിമിതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ അനുഭവിച്ചിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഇപ്പോ ഈ കാലത്തിന്റെയും അല്ലെങ്കിൽ മൊണ്ടാഷ് എന്നുള്ള സിദ്ധാന്തത്തെ കുറിച്ച് മൊണ്ടാഷ് തന്നെ വരുന്നത് ഈ എഡിറ്റിംഗിന്റെ ഒരു സൈദ്ധാന്തിക വശമാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. അതിൽ പോലും തർക്കോവ്സ്കിയൊക്കെ പണിയെടുത്തിരിക്കുന്നത് തികച്ചും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിൽ പോലും നമ്മളിപ്പോ സൗണ്ടിന്റെ ടോണിനെ കുറിച്ച് പറയുന്നു, കളർ ടോൺ എന്ന് നമ്മൾ പറയുന്നു. ടോണൽ മൊണ്ടാഷ് എന്ന് പറഞ്ഞ സിദ്ധാന്തം തന്നെ നിലവിലുണ്ട്. അത് വാസ്തവത്തിൽ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ പോലും നിഴലും വെളിച്ചവും എന്ന് പറയുന്നത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ഭ്രമിപ്പിക്കുന്ന മറ്റൊരു മേഖലയാണ് പഠിക്കാൻ. കാരണം നിഴലിന് പല ഗ്രേഡുകളുണ്ട്. ഇപ്പോ കറുപ്പിനും വെളുപ്പിനും ഇടയ്ക്ക് ഗ്രേയുടെ തന്നെ പല ലേയേഴ്സ് ഉണ്ട്, ഗ്രേയുടെ ടോൺസ് ഉണ്ട്. ആ ടോൺസിൽ തന്നെ ഡെപ്തിന്റെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ വർണ്ണത്തിൽ നമ്മളിപ്പോൾ പറയുന്ന ഉഷ്ണവർണ്ണങ്ങൾ, ഇപ്പം ഹോട്ട് കളേഴ്സ്, കൂൾ കളേഴ്സ് എന്നുള്ള കളറുകളുടെ വർണ്ണങ്ങളുടെ വേറിട്ട അനുഭവങ്ങളുണ്ട്. അത്തരം അനുഭവങ്ങൾ തീർച്ചയായിട്ടും കറുപ്പിലും വെളുപ്പിലും അതേ അനുഭവങ്ങളുണ്ട്, വരുത്തിയിട്ടുണ്ട്. മാസ്റ്റേഴ്സ് അതിൽ വളരെ മാസ്റ്റേർലിയായിട്ട് അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്രേയും കാരണം നമ്മൾ തന്നെ പറഞ്ഞിട്ട് ചാരവും ഗ്രേയും ശരിക്കും ഒന്നല്ല. അതിൽ പോലും ഒരുപാട് ഓവർ ടോൺസും അണ്ടർ ടോൺസും ഉണ്ട്. അങ്ങനെ കളറിന്റെ ടോൺസ് വെച്ചിട്ട് ഈ പറയുന്ന മൂഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. നെല്ലും വെളിച്ചവും വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ധരിപ്പിക്കാൻ കഴിയും. ശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വിദേശ സിനിമകൾ, വളരെ ശ്രദ്ധേയമായ സിനിമകൾ പലതും അതിലൊരിക്കൽ പോലും ഗാനം ചിത്രീകരിച്ച് കാണുന്നില്ല. മലയാളത്തിലാണ് അത്തരം ഒരു പ്രവണത, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സിനിമകളിലാണ് അത്തരം ഒരു പ്രവണത എന്ന് താങ്കൾ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? അല്ല, ഇപ്പോ ലോകത്ത് തന്നെ മറ്റൊരു സിനിമയിലും ഒരുപക്ഷെ നമ്മൾ വീക്ഷിക്കുന്ന ഇന്ത്യൻ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലെ ഗാന ചിത്രീകരണങ്ങൾ ഉണ്ടാവില്ല. കാരണം അത് ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആദ്യകാലം മുതൽ തന്നെ ഗാനങ്ങൾ. പക്ഷെ മ്യൂസിക്കൽ എന്ന് പറയുന്ന സിനിമകൾ ഇംഗ്ലീഷിലുണ്ട്, ഹോളിവുഡിലുണ്ട്, മറ്റു ഭാഷകളിലുണ്ട്. അത് ആ കഥ അനുശാസിക്കുന്ന രീതിയിൽ, കഥ ആവശ്യപ്പെടുന്ന രീതിയിലെ ഒരു ഗാനം കഥാപാത്രം പാടുന്നതായിട്ടോ അതല്ലാതെ ഗാനങ്ങളിലൂടെ കുറെ കാലം പറഞ്ഞു വെക്കാവുന്ന രീതിയിലുള്ള ഗാന ചിത്രീകരണം അതൊരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ മാത്രം സംഭാവനയാണ്. അതിനൊരുപക്ഷെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവാം. കാരണം നമ്മുടെ ഇന്ത്യൻ നാടകം പോലും എടുത്താൽ വിദേശ നാടകങ്ങളിൽ ഒന്നിലും, ഇപ്പോ ഷേക്സ്പിയറിന്റെ നാടകത്തിലൊന്നും നമ്മുടെ നാടകങ്ങളിലുള്ള പോലെ ഒരു ഗാനശാഖയില്ല, നാടക ഗാനശാഖയില്ല. ക്ലാസിക്കൽ നാടകവേദി എടുത്താലും ഗ്രീക്കിലെയോ അങ്ങനത്തെ നാടകങ്ങൾ എടുത്താലും യവന നാടകങ്ങൾ എടുത്താലും അങ്ങനെയില്ല. മറിച്ച് പിന്നെ അവർക്ക് റഷ്യയുടെ ആണെങ്കിൽ ബാലെ എന്ന് പറഞ്ഞ കലാരൂപം പ്രത്യേകമാണ് അവർക്ക്. ആ ബാലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലയല്ല. അപ്പൊ അത് കൊറിയോഗ്രാഫിയുടെയും നൃത്ത ചുവടുകളുടെയും സംഗീതത്തിന്റെയും മറ്റൊരു കലാരൂപമാണ്. അപ്പോ നമ്മുടെ നാടകത്തിൽ പോലും നാടകത്തിലാണ് ആദ്യം അത്തരം ഒരു ഗാനശാഖ ഉരുത്തിരിഞ്ഞത്. സ്വാഭാവികമായും നാടകങ്ങളുടെ തത്സമയ ചിത്രീകരണം എന്ന രീതിയിൽ സിനിമ കൺസീവ് ചെയ്തതുകൊണ്ടായിരിക്കാം സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ, കാരണം അങ്ങനെയായിരുന്നു. ഇപ്പൊ രാജാ ഹരിശ്ചന്ദ്ര എന്നൊക്കെ പറയുന്ന ആദ്യകാല സിനിമകൾ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകത്തെ
ആ സ്റ്റേജിന്റെ ചട്ടക്കൂടിൽ പ്രേക്ഷകൻ കാണുന്ന രീതിയിൽ ക്യാമറ വെച്ച് ചിത്രീകരിക്കുക എന്നുള്ളത് കവിഞ്ഞ് അന്ന് ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ചിത്രീകരിച്ചതുകൊണ്ടായിരിക്കാം ഈ നാടകത്തിന്റെ ഘടകം, ഗാനം എന്ന ഘടകം ചലച്ചിത്രത്തിലേക്ക് കടന്നു വന്നത്. ഇത്രയും സമയം പ്രേക്ഷകർക്ക് വേണ്ടി പുസ്തകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എത്തിയതിൽ വളരെ നന്ദി. നന്ദി. കരുൾ ടി വി. ഈ ലക്കം ദേശാഭിമാനി വാരികയിൽ എം മുകുന്ദൻ പേനക്കണ്ണ് എന്ന പങ്ക്തിയിൽ പുതിയ ഡൽഹിയെയും പഴയ ഡൽഹിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഡൽഹി പണ്ടുകാലത്ത് ഡൽഹിയെ വിമർശിക്കുന്നവർ പറഞ്ഞിരുന്നത് ഒരു ശവകുടീരത്തിന്റെ നഗരമാണ് ഡൽഹി എന്നാണ്. ധാരാളം ശവകുടീരങ്ങൾ ഡൽഹിയിൽ അങ്ങിങ്ങായി നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിന്റെ ഭാരം പേറിയ ധാരാളം ശവകുടീരങ്ങൾ. അന്ന് നഗരങ്ങളിൽ ഡൽഹിയിലെ നഗരവീഥികളിൽ ജീവിതത്തിന്റെ തിടുക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു സൗന്ദര്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് മുകുന്ദൻ ഈ ലേഖനത്തിൽ പറയുന്നു. എന്നാൽ ഇന്നത്തെ ഡൽഹിയിലെ ചെറുപ്പം, ഇന്നത്തെ ഡൽഹിയുടെ യൗവനം, ഇന്നത്തെ ഡൽഹിയുടെ ജീവിതം പഴയതുമായി താരതമ്യം ചെയ്യുമ്പോൾ അർത്ഥശൂന്യതവും തീവ്രവും നാരകീയവും ആയി തീർന്നിരിക്കുന്നു എന്ന് മുകുന്ദൻ വിലപിക്കുന്നു. ഇടുങ്ങിയ നിരത്തുകളും മെട്രോ നഗരങ്ങൾ കൊച്ചു ഡൽഹി നഗരത്തിനുള്ളിൽ തന്നെ കൊച്ചു മെട്രോ നഗരങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയും ഒക്കെ ചേർന്ന് നഗരജീവിതത്തെ കൃത്രിമമായ ഒന്നാക്കി പരിണമിപ്പിക്കുന്നു എന്ന് മുകുന്ദൻ പറയുന്നു. നഗരം നരകമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പുതിയ അനുഭവം ഡൽഹി പകരുന്നു എന്ന് മുകുന്ദൻ പറയുന്നത് സത്യമാണ്.